إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله فأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا يحل لكم أن ترثوا النساء كرها ولا تعضلوهن لتذهبوا ببعض ما آتيتموهن إلا أن يأتين بفاحشة مبينة وعاشروهن بالمعروف فإن كرهتموهن فعسى أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ അങ്ങേയറ്റം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നും തഖ്വ ഉൾക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും എന്നോടും നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ അഖിലം അനുസരിക്കുന്ന, അവസാന നിമിഷത്തിൽ കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മുവഹിദായി യാത്ര ചെയ്യാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ സൂറത്തായ സൂറത്ത് നിസായിലെ 34-ാമത്തെ ആയത്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു പുരുഷനെയും സ്ത്രീയെയും കൃത്യമായ രൂപത്തിൽ നിർവചിക്കുന്നുണ്ട് എന്ന് ആയത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീയെയും പുരുഷനെയും വ്യാഖ്യാനിക്കുന്ന വിഷയത്തിലും നിർവചിക്കുന്ന വിഷയത്തിലും ആളുകൾ വലിയ ആവേശം കാട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണുള്ളത്. പലപ്പോഴും വസ്തുതകളെ മാറ്റി നിർത്തിക്കൊണ്ട് പഠനങ്ങളെയും ശാസ്ത്രത്തെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അവകളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് ഈ കാലഘട്ടങ്ങളിൽ അന്ധമായ ചില നിർവചനങ്ങൾ, വ്യാഖ്യാനങ്ങൾ ഈ രണ്ട് വിഷയങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കേവലം മനുഷ്യൻ്റെ താല്പര്യങ്ങൾക്കാണ് അത്തരം വാദങ്ങളുടെ പിന്നിലുള്ള പ്രേരകമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും മതങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട്, വിശിഷ്യ ഇസ്ലാമിനെ പ്രത്യേകിച്ചും അങ്ങേയറ്റം ആക്രമിച്ചുകൊണ്ടാണ് ഇത്തരം ആളുകൾ ഇസ്ലാമിനെതിരിൽ വാളോങ്ങി നിൽക്കുന്നത്. അവിടെ പുരുഷ മേധാവിത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന് അവർ ദുർവ്യാഖ്യാനിക്കുകയാണ്. സ്ത്രീകളെ അബലകളായി ചിത്രീകരിക്കുന്ന ഒരു മതസങ്കല്പമാണ് ഇസ്ലാമിൻ്റേത് എന്നവർ തെറ്റായ രൂപത്തിൽ വിലയിരുത്തുകയും ചെയ്യുന്നു. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല പുരുഷൻ ആരാണ് എന്നും
അവൻ എന്താണ് എന്നും അതുപോലെ തന്നെ സ്ത്രീകളുടെ നിലനിൽപ്പിൻ്റെ പിന്നിലുള്ള താല്പര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും നല്ല ഒരു സ്ത്രീയുടെ പ്രത്യേകതകൾ, ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നും വ്യക്തമാക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആരെയെങ്കിലും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതിൻ്റെ മൂലഗ്രന്ഥമാകുന്ന വിശുദ്ധ ഖുർആനിലെ ഓരോരോ ആയത്തുകളും ലോകത്തിൻ്റെ സൃഷ്ടാവായ, മനുഷ്യൻ്റെ സൃഷ്ടാവായ, ഏകഛത്രാധിപതിയായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വാക്കുകളാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുന്നിലുള്ള എല്ലാ സൃഷ്ടികളും സൃഷ്ടികൾ എന്നുള്ള അടിമത്തവും പേറി നിലകൊള്ളുന്ന കേവലം ചില വസ്തുക്കൾ മാത്രമാണ്. ആ സൃഷ്ടികളിൽ മനുഷ്യന് വലിയ അംഗീകാരങ്ങൾ കൊടുത്തുകൊണ്ട്, ആദരവുകൾ കൊടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഭൂമിയിൽ അവതരിപ്പിക്കുമ്പോൾ ആ മനുഷ്യവർഗത്തിൽപ്പെട്ട സ്ത്രീയും പുരുഷനും ആരാണ് എന്ന് തിരിച്ചറിഞ്ഞ് വേണം ആ ഒരു വിഭാഗം മുന്നോട്ട് പോകേണ്ടത് എന്ന് കൃത്യമായ രൂപത്തിൽ അള്ളാഹു കൽപ്പിച്ചരുളുകയാണ്. അവിടെ പുരുഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ നാം ചർച്ച ചെയ്തതുപോലെ തന്നെ അവൻ ഖവ്വാമാണ്, ഖയ്യിമാണ്. സ്ത്രീകളുടെ മേൽ ഖയ്യിമായിട്ടുള്ള, ഖവ്വാമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല പുരുഷനെ വിശദീകരിച്ചത്. ഉത്തരവാദിത്ത രംഗത്ത് നിന്നും പിന്മാറി ഭാര്യമാരെ വഴിയാധാരമാക്കുന്ന പുരുഷ രൂപമുള്ള ആളുകളെ ഒരിക്കലും ഇസ്ലാം പുരുഷന്മാർ എന്ന് വിളിക്കുന്നില്ല. നല്ല കാര്യപ്രാപ്തിയും ഉത്തരവാദിത്ത ബോധവുമുള്ള വ്യക്തിയെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല അർ-റിജാൽ എന്ന് വ്യക്തമാക്കുന്നത്. സ്ത്രീകളോടുള്ള ഉത്തരവാദിത്വങ്ങളൊക്കെയും ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കുന്ന ആളുകളായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഖവ്വാമൂന അലൻ നിസാ എന്ന് ഖുർആൻ പ്രത്യേകമായി അവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഖവ്വാമായിരിക്കണം, അല്ലെങ്കിൽ ഖയ്യിമായിരിക്കണം. ഏത് വിഷയത്തിലാണ്? അലൻ നിസാ, സ്ത്രീകളുടെ വിഷയത്തിലാണ്. അതിനുള്ള വ്യക്തമായ കാരണം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നു. ബിമാ ഫദ്ദലല്ലാഹു ബഅ്ളഹും അലാ ബഅദ്. ചില ഫളീലത്തുകളാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതിനെയും പലപ്പോഴും നമ്മൾ ദുർവ്യാഖ്യാനിക്കാറുണ്ട്. ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം പുരുഷ മേധാവിത്വമാണ്. തങ്ങളാണ് ഏറ്റവും ഉന്നതരായ വിഭാഗമെന്ന് സ്ത്രീ സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന വിഷയത്തിൽ ഇത്തരം ആയത്തുകളെ അവതരിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഫദ്ദലല്ലാഹു ബഅ്ളഹും അലാ ബഅദ് എന്നുള്ള പദപ്രയോഗത്തെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പലപ്പോഴും സ്ത്രീകളെ അടിച്ചമർത്തുന്ന വിഷയത്തിൽ പുരുഷന്മാർ മുന്നോട്ട് വരാറുണ്ട്. പരിഹാസത്തോടുകൂടി അല്ലെങ്കിൽ ദൈന്യതയോടുകൂടി മാത്രമേ അങ്ങനെയുള്ള ആളുകളെ വിശുദ്ധ ഖുർആന്റെ ഇത്തരം ആയത്തുകൾക്ക് നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. പാവങ്ങൾ, ഒന്നും അറിയാത്ത വിവരം കെട്ടവർ. പ്രിയമുള്ളവരെ, ഫദ്ദലല്ലാ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും അളുമത്തോ അതുപോലെയുള്ള ഇസ്സത്തിനെ കുറിച്ചൊന്നുമല്ല ഇവിടെ പറയുന്നത്. ഔദാര്യം കാണിക്കേണ്ടവർ എന്നുള്ള അർത്ഥത്തിലാണ്. ചില ആളുകളോട് മറ്റു ചില ആളുകൾ ഔദാര്യം കാണിക്കേണ്ട ഒരു സാഹചര്യം, അത് ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ള ഒരു രീതിശാസ്ത്രമാണ്. ആ ഫളീലത്തിനെ കുറിച്ചുകൂടി കുറച്ചുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു. വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. ഏത് രൂപത്തിലാണ് അർ-റിജാൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയ പുരുഷന്മാർ പ്രവർത്തിക്കേണ്ടത്, ഏത് രൂപത്തിലുള്ള ഫളീലത്താണ്, ഔദാര്യമാണ്, ശ്രേഷ്ഠതയാണ് സ്ത്രീകളുടെ വിഷയത്തിൽ അവർ കാണിക്കേണ്ടത്. ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഔദാര്യം കാണിച്ചാൽ, കാരണം ഫള് എന്നുള്ളതിന് ഔദാര്യം എന്നർത്ഥമുണ്ട്. സമ്പത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞപ്പോൾ അവിടെ അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യർക്ക് നൽകുന്ന ഫളലാണ് സമ്പത്ത് എന്ന് പറഞ്ഞു. അവിടെ നമുക്ക് ഔദാര്യം എന്നാണ് അർത്ഥം കൊടുക്കാൻ കഴിയുക. എന്നാൽ സമ്പത്തിനെ കുറിച്ച് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെയും പറയുന്നത്. സമ്പത്ത് ചെലവഴിക്കുന്നതിനെ കുറിച്ചും അതിൻ്റെ സമ്പാദനത്തിനെ കുറിച്ചും ഒരു പുരുഷനെ വ്യാഖ്യാനിക്കുകയാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? ഔദാര്യം എന്നുള്ള അർത്ഥം കൊടുത്തിട്ട്
അവിടെ ശ്രേഷ്ഠത എന്നുള്ള ഒരർത്ഥം കൂടി കൊടുത്താൽ അതേത് നിലയ്ക്ക് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും? സ്ത്രീകളോട് അങ്ങേയറ്റം മാന്യതയോടുകൂടി താൻ സമ്പാദിക്കുന്ന സമ്പാദ്യത്തെ അവൾക്ക് വേണ്ടി വിനിയോഗിച്ച് അവൾക്കുള്ള അവകാശങ്ങളൊക്കെയും ഏറ്റവും നല്ല രൂപത്തിൽ പൂർത്തീകരിച്ചു കൊടുത്ത് സ്ത്രീകളോട് ഔദാര്യം കാണിക്കുന്ന പുരുഷന്മാർ ശ്രേഷ്ഠരായി മാറുന്നു എന്ന് പറഞ്ഞാൽ അതായിരിക്കും ഒരു പ്രത്യേക അർത്ഥം വയ്ക്കലുകളിൽ വെച്ചേറ്റവും കൃത്യമായ ഒരു ശൈലി എന്നുള്ളത്. അപ്പം അതാണ് ഇവിടുത്തെ പ്രത്യേകത. മറ്റുള്ള യാതൊരു പ്രത്യേകതയും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടായിരിക്കാം സമ്പാദ്യം എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ട് അതിൽ ചില ഫളീലത്തുകളുണ്ടെന്ന് പറയാനുള്ള കാരണം ഇവിടെ സ്ത്രീ പുരുഷ വ്യത്യാസത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്നും കാലഘട്ടത്തിൽ ഈക്വാലിറ്റിയെക്കുറിച്ചും ന്യൂട്രാലിറ്റിയെക്കുറിച്ചും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈക്വൽ ആകുക, എങ്ങനെയാണ് ന്യൂട്രൽ ആവുക എന്നുള്ളതാണ് അത്ഭുതകരമാണ്. നമുക്കറിയാം മോഡേൺ സയൻസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭാഗമായ സൈക്കോളജി അഥവാ മനഃശാസ്ത്രവും അത് ആധുനിക സ്വഭാവം പ്രകടമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആധുനികമായതാണല്ലോ നമ്മൾ പഠനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ആധുനിക മനഃശാസ്ത്രം വളരെ കൃത്യമായ രൂപത്തിൽ അതിൻ്റെ ന്യൂറോ സൈക്കോളജിയുടെയൊക്കെ തലങ്ങളിൽ നിന്നുകൊണ്ട് എല്ലാത്തരം പഠനങ്ങൾ നടത്തിയിട്ടും പറയുന്നു, സ്ത്രീകളുടെ മസ്തിഷ്കം പുരുഷ മസ്തിഷ്കത്തെക്കാളും ചെറുതാണ്. അത് വലുതാണെന്നോ അത് ന്യൂട്രൽ ആണെന്നോ ഈക്വൽ ആണെന്നോ തെളിയിക്കാൻ ആരെക്കൊണ്ടും സാധ്യമല്ല. ന്യൂട്രൽ അല്ല, ഈക്വൽ അല്ല, ഈക്വാലിറ്റി ഇല്ല, ന്യൂട്രാലിറ്റി ഇല്ല, വ്യത്യസ്തമാണ്. ആ ഒരു വ്യത്യസ്തതയെ നമ്മൾ ആദ്യം ഉൾക്കൊള്ളുക. സ്ത്രീകളുടെ മസ്തിഷ്കം പുരുഷ മസ്തിഷ്കത്തെക്കാളും ചെറുതാണ്. അതിനെ തിരുത്താൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു തആല ആ രൂപത്തിലാണ് അതിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, രണ്ട് അർദ്ധഗോളങ്ങൾ അഥവാ രണ്ട് തരം ഹെമിസ്ഫെയറുകൾ ഒരുമിച്ച് കൂടുന്നതാണ് നമ്മളുടെ മസ്തിഷ്കം അല്ലെങ്കിൽ ബ്രെയിൻ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കറിയാം. ചെറിയ ക്ലാസ്സുകൾ നമുക്ക് പഠിക്കാനുള്ള വിഷയമാണ്. എന്നാൽ ഈ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് ഹെമിസ്ഫെയറുകളെ ഒരുമിച്ച് കൂട്ടുന്ന വളരെ പ്രധാനപ്പെട്ട തലച്ചോറിൻ്റെ ഒരു ഭാഗം കോർപ്പസ് കലോസം എന്നാണ് അതിനെക്കുറിച്ച് പറയുക. അത് പുരുഷന്മാരെക്കാളും സ്ത്രീകൾക്ക് കൂടുതലാണ്. എന്താ കാരണമെന്ന് ചോദിച്ചാൽ കൃത്യമായ കാരണങ്ങളുണ്ട്. അതുപോലെ തന്നെ തലച്ചോറിലുള്ള ഗ്രേ മാറ്റർ പുരുഷന്മാരെക്കാളും സ്ത്രീകൾക്ക് കൂടുതലാണ്, ഈക്വൽ അല്ല. കോർപ്പസ് കലോസിന്റെ വിഷയത്തിലും ഈക്വൽ അല്ല, കൂടുതലാണ്. അതുപോലെ തന്നെ സ്ത്രൈണതയുടെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന ഈസ്ട്രജൻ എന്നുള്ള ഗുണം അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകമായ കെമിക്കൽ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളതാണ്, പുരുഷന്മാർക്കില്ല. അവിടെയും ഈക്വൽ അല്ല. അതുപോലെ തന്നെ രണ്ട് ഹെമിസ്ഫെയറുകൾ രണ്ട് തരം ഗുണങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നവയാണ്. ഒന്ന് യുക്തിചിന്തയുടെയും അത്തരം യുക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടിലേക്ക് ബുദ്ധിപരം എന്ന് നമ്മൾ പറയുന്ന തലങ്ങളിലേക്കാണ് ഇടത് അർദ്ധഗോളം ഒരു മനുഷ്യനെ നയിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ സ്ത്രീകളുടേത് വലത് ഭാഗമാണ് ആക്റ്റീവായിട്ടുള്ളത്. വലത് ഭാഗമെന്ന് പറഞ്ഞാൽ കലാപരമായ വിഷയങ്ങളിലും അത്തരം രസകരമായിട്ടുള്ള കാര്യങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന തലച്ചോറിൻ്റെ ഒരു ഭാഗമാണ്. പുരുഷന്മാരിലും അത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും സ്ത്രീകൾക്കാണ് അത് കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പുരുഷന്മാരെക്കാളും. അവിടെ ഈക്വൽ ആണോ? അല്ല. ന്യൂട്രൽ ആണോ? അല്ല. ഒരു ന്യൂട്രാലിറ്റി ഇല്ല, ഒരു ഈക്വാലിറ്റി ഇല്ല. പിന്നെ എന്തിനാണ് ജെൻഡറിൻ്റെ വിഷയത്തിൽ ജെൻഡർ ന്യൂട്രാലിറ്റി, ജെൻഡർ ഈക്വാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ എന്ത് മനസ്സിലായി? പഠനം നടത്തിയിട്ടല്ല, ശാസ്ത്രത്തെ മുൻനിർത്തിയിട്ടാണോ? അതുമല്ല. അശാസ്ത്രീയമായിട്ടുള്ള അന്ധമായ കാഴ്ചപ്പാടുകളെ മുൻനിർത്തിയിട്ടാണ് പലപ്പോഴും ഇത്തരം വാദങ്ങളെ വിവരം കെട്ട ആളുകൾ, വൈജ്ഞാനികതയോട് അങ്ങേയറ്റം മോശം സമീപനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന, ശാസ്ത്രത്തോട് നീതി പുലർത്താത്ത ഈ ഒരു സമൂഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമാണ്, ലക്ഷ്യം കൃത്യമാണ്. അവിടെ ഇതിനെയൊക്കെ പ്രതിദാനം ചെയ്യുന്ന എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പ്രഖ്യാപിച്ചല്ലോ, ഹെറ്ററോ നോർമേറ്റീവ് ഞങ്ങൾക്ക് നടപ്പിലാക്കണം, അതാണ് ലക്ഷ്യം. അപ്പോൾ പറഞ്ഞപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി. ഇപ്പോൾ പഠനമൊന്നുമല്ല വിഷയം, ഹെറ്ററോ നോർമേറ്റീവ് നടപ്പിലാക്കണം. എന്താണ് ഹെറ്ററോ നോർമേറ്റീവ്? ഇപ്പോൾ സ്ത്രീ പുരുഷന്മാർക്കിടയിൽ അല്ലെങ്കിൽ യുവതികൾക്കിടയിൽ
പരസ്പരം അനാവശ്യ പ്രവർത്തന മേഖലയിലേക്ക് പോകാതിരിക്കാൻ മാത്രം അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണെന്ന് ചോദിച്ചാൽ ലജ്ജയാണ്. ഇപ്പോൾ കോളേജ് തലങ്ങളിലായിരുന്നാലും സ്കൂൾ തലങ്ങളിലായിരുന്നാലും പലപ്പോഴും ലജ്ജ എന്നുള്ള നല്ല ഒരു ഗുണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ആകൊരു ഗുണമാണ് ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കേണ്ടത്. ലജ്ജയില്ലെങ്കിൽ നിങ്ങൾ എന്തും ചെയ്തോളൂ. ഒരു മനുഷ്യനെ മൃഗത്തിൽ നിന്നും വേർതിരിക്കുന്നത് ലജ്ജയാണ്. ആ ഒരു ലജ്ജ എന്നുള്ള നല്ല ഗുണം നമ്മുടെ സമൂഹത്തിൽ തെറ്റായ പ്രവർത്തനത്തിലേക്ക് മറ്റുള്ളവരെ പ്രേരിപ്പിക്കാൻ വലിയൊരു തടസ്സമായി നിലകൊള്ളുന്നുണ്ട്. അതുകൊണ്ട് ലജ്ജ ഇല്ലാതാക്കണം. ഹെറ്ററോനോർമറ്റീവ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിലുള്ള ലജ്ജ ഇല്ലാതാക്കണം എന്നുള്ളതാണ്. എന്തു വൃത്തികെട്ട പ്രവർത്തനത്തിനും അവർ തയ്യാറാകണം. വൈകാരികമായ പ്രേരണകൾക്ക് മാത്രമേ അവിടെ പ്രാധാന്യം കൽപ്പിക്കാൻ പാടുള്ളൂ. യുക്തിഭദ്രമായ താല്പര്യങ്ങൾക്കോ മൊറാലിറ്റിക്കോ അഥവാ സാൻമാർഗികതകൾക്കോ യാതൊരു പ്രാധാന്യം കൽപ്പിക്കപ്പെടാൻ പാടില്ല. താല്പര്യം വ്യക്തമായി, പഠനമല്ല, സാൻമാർഗികതകളല്ല, എൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതുകൊണ്ട് തന്നെ വൈകാരികമായി ഏറെ ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന പ്രായമെന്ന് പറയുന്നത് കൗമാരപ്രായമാണ്. നമ്മൾ പഠിച്ചു നോക്കുക, മനഃശാസ്ത്രം വ്യക്തമാക്കുന്നു, ഒരു 10 വയസ്സ് മുതൽ കൗമാരത്തിന്റെ തലത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യത ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിനും നേരത്തെയാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത്തരം തെറ്റായിട്ടുള്ള പ്രവണതകൾ അവർക്കിടയിലേക്ക് കടത്തിവിടാൻ വളരെ എളുപ്പമാണ്. കാരണം എനിക്കെന്റെ ആഗ്രഹം പൂർത്തീകരിക്കണം, എന്നോടൊപ്പം പഠിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ആരുടെയൊക്കെയോ കൂടി യഥേഷ്ടം യാത്ര ചെയ്യാനും അവരുമായി സഹവസിക്കാനും എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുന്ന തലം വരെ അവരോടൊപ്പം സഹവസിക്കാനും എന്നെ കൊണ്ട് സാധിക്കണം. അതിന് തടസ്സമായി നിൽക്കുന്നത് ഇത്തരം സാൻമാർഗിക ബോധങ്ങളും ചർച്ചകളും ഒക്കെയാണ്. അത് പാടില്ല. അപ്പൊ ആരുടെ താല്പര്യമാണ് ഇവിടെ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഈക്വാലിറ്റി അല്ലെങ്കിൽ ന്യൂട്രാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയമുള്ളവർ, ഒരിക്കലും അത് സാധ്യമല്ല. ഇത് ആധുനിക മനഃശാസ്ത്രം വളരെ കൃത്യമായ രൂപത്തിൽ വ്യക്തമാക്കുകയാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ അവരുടെ ഇടത് ഹെമിസ്ഫിയർ ആണ് കൂടുതൽ ആക്റ്റീവായിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ പോലെ പെരുമാറാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ധനസമ്പാദന മേഖലയിലേക്ക് കൂടുതലും രംഗത്ത് കടന്നു വരേണ്ടത് പുരുഷന്മാരാണ്. മനഃശാസ്ത്രപരമായി പുരുഷന്മാരെ കുറിച്ച് മറ്റൊന്നുകൂടി പറയുന്നുണ്ട്. സ്ത്രീകളെ പോലെ അവരൊരിക്കലും വാചാലനാവുകയില്ല. കാര്യങ്ങളൊക്കെ ഉള്ളിലൊതുക്കി കൃത്യമായ രൂപത്തിൽ കാര്യങ്ങളെ നിരീക്ഷിച്ചതിന് ശേഷം ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുന്നവനാണ് പുരുഷൻ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ വലത് ഹെമിസ്ഫിയറും ആക്റ്റീവായി എല്ലാം ഇങ്ങനെ ഉള്ളിലുള്ളതെല്ലാം തുറന്നു വിടുന്ന സ്ത്രീകളെ പോലെയുള്ള ആളുകളായിരുന്നു പുരുഷന്മാരെങ്കിൽ കച്ചവട രംഗത്ത് വിജയിക്കാൻ കഴിയുമോ? ഒരിക്കലും സാധ്യമല്ല. കച്ചവട രംഗത്ത് കച്ചവടത്തിന്റെ ഹലാലായ ചില കച്ചവട തന്ത്രങ്ങളെ കുറിച്ച് ഇസ്ലാം വളരെ വ്യക്തമായ രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആ കച്ചവട തന്ത്രങ്ങളൊക്കെ നമുക്ക് നടപ്പിലാക്കണമെങ്കിൽ പുരുഷന്മാരുടേതായിട്ടുള്ള ചില ഗുണങ്ങൾ പ്രകടിപ്പിക്കേണ്ടത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ്. അത് നിലനിൽപ്പിന്റെ ഒരു ആവശ്യമാണ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ ഒരു വേർതിരിവ് വ്യത്യാസം ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ഒരു ജീവിത സാഹചര്യം ഏറ്റവും അനുകൂലമായി മാറുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വ്യത്യാസങ്ങൾ ഫളീലത്തിൻ്റെതായിട്ടുള്ള ഔദാര്യത്തിൻ്റെതായിട്ടുള്ള അത് ഔദാര്യ പ്രകടനങ്ങളുടേതായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ അത് പുരുഷന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. അവിടെ സ്ത്രീകൾ മോശമാണെന്നോ ഇസ്സത്തിന്റെ വിഷയമോ അല്ലെങ്കിൽ ഉലമത്തിന്റെ മഹത്വങ്ങളുടെ വിഷയം ഒന്നും ഖുർആൻ ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിച്ചു പോയതാണ്. ആരോ തെറ്റായ രൂപത്തിൽ ഖുർആന്റെ അർത്ഥം പറഞ്ഞപ്പോൾ നമുക്കങ്ങനെ തോന്നിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായ രൂപത്തിൽ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് ഓരോ മുഅ്മിനിന്റെയും ബാധ്യതയാണ്.
ഇവിടെ ശരിക്കും ജനറൽ ജസ്റ്റിസ് എന്നോ ജനറൽ റൈറ്റ് എന്നോ ചർച്ച ചെയ്തിരുന്നുവെങ്കിൽ 100% നമുക്ക് ഖുർആനികമായ രൂപത്തിൽ വ്യാഖ്യാനിക്കപ്പെടാമായിരുന്നു. ന്യൂട്രാലിറ്റിയും ഈക്വാലിറ്റിയും അല്ല. അത് ഖുർആനിൽ നിന്ന് മാത്രമല്ല, ആധുനികമായ മനഃശാസ്ത്ര പഠനങ്ങൾക്ക് പോലും വിരുദ്ധമാണ്. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നമ്മൾ. ഈ അന്ധതകൾ അല്ലെങ്കിൽ ഇത്തരം അന്ധമായ ചർച്ചകൾ മുന്നോട്ട് വെക്കാൻ മാത്രം എന്തുമാത്രം വിവരം കെട്ടവനായി നീ പോയി എന്ന് ഈ വിഷയങ്ങളെ കുറിച്ച് കൃത്യമായ രൂപത്തിൽ മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം എല്ലാ വിഷയങ്ങളെ കുറിച്ചും പഠിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ഒരു പുരുഷൻ എന്നുള്ള നിലയ്ക്ക് എന്റെ ധർമ്മം എന്താണ്? ഞാനത് പഠിക്കണം. എന്തുകൊണ്ടാണ് ഫളീലത്തിന്റെ ഉത്തരവാദിത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഏൽപ്പിച്ചത്? സമ്പാദനത്തിന്റെ മാർഗങ്ങളിലേക്ക് കൂടുതലായി സഞ്ചരിക്കാൻ ഖുർആൻ എന്തുകൊണ്ട് എന്നെ പ്രേരിപ്പിച്ചു? ഞാൻ തന്നെ ചെലവ് ചെയ്യണം എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി എന്ന് അള്ളാഹു എന്തുകൊണ്ട് എന്നോട് കൽപ്പിക്കുന്നു? ഇത്തരം വിഷയങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴാണ് മനഃശാസ്ത്രപരമായി സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ച് ശരിയായ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വ്യത്യാസത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ്. കാരണം ഈ മനുഷ്യനെയും അവന്റെ ശരീരത്തെയും ശരീരപ്രകൃതിയെയും അവന്റെ മാനസികാവസ്ഥയും അവളുടെ മാനസികാവസ്ഥയും ശരീരപ്രകൃതിയും ഒക്കെ സൃഷ്ടിച്ചതാരാണ്? അല്ലാഹു സുബ്ഹാനഹു തആല തന്നെയാണ്. ആ അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ ഈ രണ്ട് വിഭാഗങ്ങൾക്കുമുള്ള കൃത്യമായ ശരിയായ ശാസ്ത്രീയമായിട്ടുള്ള നിയമങ്ങൾ വിധിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പറഞ്ഞു വന്നത് ഓരോ വിഭാഗവും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആയിരുന്നാലും പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അവരുടെ റഅയ്യത്ത് അഥവാ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചേ പറ്റൂ. ആ വിഷയത്തിൽ മസ്ഊലുൻ അൻ റഅയ്യതിഹി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു ഹദീസിനെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകൽ ഓരോ സ്ത്രീയുടെയും പുരുഷന്റെയും ബാധ്യതയാണ്. ഒന്നുകൂടി ആവർത്തിക്കുന്നു, കേവലം 5 വഖ്ത് നമസ്കാരം നിർവഹിച്ചത് കൊണ്ടോ, റമദാൻ മാസത്തിലെ 30 നോമ്പും ശേഷമുള്ള 6 നോമ്പുകൾ അടക്കമുള്ള സുന്നത്ത് നോമ്പുകൾ പിടിച്ചത് കൊണ്ടോ, സമ്പത്തും സൗകര്യം ഉള്ളതിന്റെ പേരിൽ ഹജ്ജ് ചെയ്തത് കൊണ്ടോ, ഇടയ്ക്കിടെ ചില ഉംറകൾ നിർവഹിച്ചത് കൊണ്ടോ, സക്കാത്ത് കൊടുത്തതിന്റെ പേരിലോ സ്വർഗപ്രവേശനം നൽകാമെന്ന് ഖുർആൻ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വാദം ഖുർആൻ ഉണ്ടായിരുന്നുവെങ്കിൽ സൂറത്തുൻ നിസായിൽ 34-ാമത്തെ ആയത്തായിട്ട് ഇങ്ങനെ ഒരു ആയത്ത് അവതരിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല എന്നാണ് അതിനുള്ള മറുപടി. ഇവിടെ പുരുഷനെ അറിയണം, ആ നിലയ്ക്ക് ജീവിക്കൽ ആവശ്യമാണ്. ആ നിലയ്ക്ക് ഒരു പുരുഷനെ എല്ലാ അർത്ഥത്തിലും അവനിലുള്ള ഏറ്റവും നല്ല പൗരുഷ ഗുണങ്ങളെ അവന്റെ ഉള്ളിൽ ഊട്ടിയുറപ്പിക്കാൻ പര്യാപ്തമായവയായിട്ട് മാത്രമാണ് വിശുദ്ധ ഖുർആൻ നമസ്കാരത്തെയും മറ്റുള്ള ഇബാദത്ത് കർമ്മങ്ങളെയും എണ്ണുന്നത്. നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, അഖിമിസ്സലാ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നീ നമസ്കരിക്കണം. ഖുർആനോട് തന്നെ നമ്മളൊന്ന് ചോദിച്ചു നോക്കുക, എന്തിനാ പടച്ചവനെ ഞാൻ നമസ്കരിക്കുന്നത്? അള്ളാഹ് തന്നെ ഉത്തരം തരികയാണ്, തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. വെറുപ്പിക്കപ്പെടുന്നതും മോശമായതും മ്ലേച്ഛമായതുമായ മറ്റുള്ളവർക്ക് ഇടങ്ങേറുണ്ടാക്കുന്ന രൂപത്തിലുള്ള ചില സ്വഭാവങ്ങൾ നിന്റെ ഉള്ളിലുണ്ട്. ആ സ്വഭാവത്തെ നിഷ്കാസനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിന്റെ ഉള്ളിൽ മോശമായ ദുഷ്പ്രേരണകൾ ഉണ്ടാവും. കാരണം നിന്റെ മാനസിക തലങ്ങളിൽ പൈശാചികമായിട്ടുള്ള പ്രേരണകൾക്കുള്ള സാധ്യതയുണ്ട്. കൂടുതൽ നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി ഉണ്ടാക്കി എടുത്തിട്ട് എന്ത് ചെയ്യണം? അത്തരം പൈശാചികമായ ദുഷ്പ്രേരണകളെ നിന്റെ മനസ്സിൽ നിന്നും ഇല്ലായ്മ ചെയ്യണം. അതിന് നിന്നെ പ്രാപ്തമാക്കുന്ന ഒന്നാണ് നമസ്കാരം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഇനി അതിന് നമസ്കാരം എന്നെ പ്രാപ്തമാക്കുന്നില്ല എങ്കിൽ ആ നമസ്കാരം കൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവുമില്ല എന്ന് ഖുർആൻ തന്നെയാണ് പറയുന്നത്. നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുണ്ടാക്കുന്ന വളരെ മഹത്തായിട്ടുള്ള ഗുണങ്ങളാണ് നോമ്പ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നോമ്പ് ഒരുപാട് പിടിച്ചിട്ടും ഒരു തഖ്വ എനിക്കുണ്ടായിട്ടില്ല, ഒരു സൂക്ഷ്മതാ ബോധവും ഉണ്ടായിട്ടില്ല എങ്കിൽ, കാരണം എന്റെ ഉള്ളിൽ നിന്നും മോശമായ പെരുമാറ്റത്തിനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അത്തരം ദുസ്വഭാവങ്ങളെ എന്റെ ഉള്ളിൽ തടഞ്ഞു നിർത്താൻ നല്ല ഒരു മാനസികമായ ഒരു ശേഷി എനിക്കില്ല എങ്കിൽ ആ നോമ്പ് പിടിച്ചതുകൊണ്ടും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞു, മോശമായ ദുർഗുണങ്ങളെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജും നിർബന്ധമാക്കിയിട്ടുള്ളത്. ഈ അമലുകളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവുമില്ല. അങ്ങനെയെങ്കിൽ ആ അമലുകൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നാണ് അതിന്റെ അർത്ഥം എന്നാണ് ഖുർആനും ഹദീസും വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളെയും പേറിക്കൊണ്ട് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളെ വഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതിനെ സഗൗരവം നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്.
നമ്മുടെ റഅയ്യത്ത് അഥവാ ഉത്തരവാദിത്വം ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കേണ്ടത് ശരിയായ രൂപത്തിലെ കാര്യങ്ങളെ മനസ്സിലാക്കി അവകളെ നിർവഹിക്കാനുള്ള നല്ല തൗഫീഖ് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിന്റെ കൽപ്പനകളെ ശിരസ വഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്ന് രണ്ടാമതൊന്നുകൂടി ഉണർത്തുകയാണ്. തഖ്വകൾ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താനുള്ള പരമാവധി ശ്രമങ്ങൾ നമ്മൾ നടത്തണമെന്ന് രണ്ടാമതൊന്നുകൂടി ഉണർത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ പറഞ്ഞു വന്ന വിഷയം, ഒരു പുരുഷൻ എന്നുള്ള നിലയ്ക്കും സ്ത്രീ എന്നുള്ള നിലയ്ക്കും ധാരാളം ഉത്തരവാദിത്വങ്ങൾ നമുക്കുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാണ്. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അവിടെ ധനം സമ്പാദിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് സ്ത്രീകൾക്ക് മേൽ എന്തെങ്കിലുമൊക്കെ ശ്രേഷ്ഠതകൾ, ആ ശ്രേഷ്ഠതകളും അവരോട് കാണിക്കുന്ന ഔദാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയുണ്ടായി. ഒരു ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അക്മൽ മുഅ്മിന ഈമാനൻ അഹ്സനുഹും ഖുലുഖ വ ഖിയാറുക്കും ലി അഹ്ലിഹി. ഒരു വ്യക്തിയുടെ ഈമാൻ പൂർണ്ണമാകുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒരു വ്യക്തിയുടെ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ നമസ്കരിച്ചതുകൊണ്ടോ സക്കാത്ത് കൊടുത്തുകൊണ്ടോ ഹജ്ജ് നിർവഹിച്ചുകൊണ്ടോ ഒന്നും പൂർണ്ണമാകുന്നില്ല എന്നാണ് ഈ ഹദീസ് വ്യക്തമാക്കുന്നത്. മറിച്ച് അതിനുള്ള കൃത്യമായ കാരണങ്ങൾ പറയുന്നു. അഹ്സനുഹും ഖുലുഖ, അവൻ നല്ല സ്വഭാവം പ്രകടിപ്പിക്കുന്നവനായിരിക്കും. ഇഹ്സാനോടുകൂടി പെരുമാറുക എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് എന്നോട് പെരുമാറാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെ പെരുമാറും? അതാണ് ഇഹ്സാനോട് കൂടിയുള്ള പെരുമാറ്റത്തിന്റെ പ്രായോഗികമായ വശം. എനിക്ക് സ്വർഗം തരേണ്ട അല്ലാഹുവാണ്, എന്നെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കേണ്ട അല്ലാഹുവാണ്. എന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് പറയുകയാണ്, എടാ ആളുകളോടൊക്കെ നീ ഒന്ന് പെരുമാറി കാണിക്കുക, ഞാനൊന്ന് കാണട്ടെ എന്ന്. ഞാൻ എങ്ങനെ പെരുമാറും? ഏറ്റവും മാന്യമായ രൂപത്തിൽ, കുറ്റമറ്റ രൂപത്തിലായിരിക്കും. കാരണം അല്ലാഹുവാണ് വന്നിൽ നിൽക്കുന്നത്. ഈ രൂപത്തിൽ ഒരു വ്യക്തിക്ക് പെരുമാറാൻ സാധിക്കുമെങ്കിൽ അതിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്സാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇഹ്സാനോട് കൂടി നല്ല പെരുമാറ്റങ്ങൾ, നല്ല സ്വഭാവങ്ങൾ നിനക്ക് കാഴ്ചവെക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് നിന്റെ ഈമാനിന്റെ പൂർത്തീകരണത്തിനുള്ള കാരണം. അത് ഏത് രൂപത്തിലാണെന്ന് അറിയുമോ? ഖിയാറുക്കും ലി അഹ്ലിഹി. അത് നിന്റെ ഭാര്യയോടും നിന്റെ കുടുംബത്തോടുമുള്ള ഏറ്റവും സൗമ്യമായ പെരുമാറ്റമാണ്. അപ്പൊ എന്ത് മനസ്സിലാക്കാൻ കഴിയും? ഈ ഫളീലത്തിന്റെ കൃത്യമായ പ്രായോഗികമായ വഴികളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുർആനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കുന്നത്. നല്ല മാന്യമായ പെരുമാറ്റം. അവിടെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവിടെയും പ്രശ്നങ്ങൾ പലപ്പോഴും പല ആളുകളും ഉയർത്തി വിടാറുണ്ട്. പുരുഷ മേധാവിത്വത്തിനാണ് ഇസ്ലാം പ്രാധാന്യം കൽപ്പിക്കുന്നത്. എന്താ കാരണം? അത് അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ, അനന്തരാവകാശങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ സ്ത്രീകൾക്ക് പകുതി മാത്രമല്ലേ കൊടുക്കുള്ളൂ, സ്ത്രീകളുടെ ഇരട്ടി കൊടുക്കണമെന്നല്ലേ ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. അപ്പൊ അതെന്ത് മാന്യതയാണ്, അതെന്ത് ധർമ്മമാണെന്ന് ചോദിക്കാറുണ്ട്. അവിടെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു മുസ്ലിം കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള പുരുഷന്മാർ ശരിയായ രൂപത്തിൽ വീട്ടിലെ ചെലവുകൾ നിർവഹിക്കുന്നില്ല എങ്കിൽ ആ പുരുഷന്റെ കയ്യിൽ നിന്നും സമ്പാദ്യം പിടിച്ചു വാങ്ങിയിട്ട് ആ ചെലവുകൾ നിർവഹിക്കാനുള്ള അവകാശം ഇസ്ലാം ഓരോ സ്ത്രീകൾക്കും കൊടുത്തിട്ടുണ്ട്. ഒരു സന്ദർഭത്തിൽ ഹദറത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒരു പരാതിയുമായി കടന്നു വന്നത് ഹിന്ദാണ്. ഹിന്ദിനെ കുറിച്ച് നമുക്കറിയാം ചരിത്രത്തിലൂടെ. അബൂ സുഫിയാന്റെ ഭാര്യയാണ്. അദ്ദേഹം പറഞ്ഞു, എന്റെ ഭർത്താവ് ഭയങ്കര പിശുക്കനാണ് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സമ്പാദ്യം അത്യാവശ്യം കാര്യങ്ങൾക്ക് വേണ്ടി മോഷ്ടിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. പലപ്പോഴും നമ്മുടെയൊക്കെ വീട്ടിൽ നടക്കുന്ന സംഭവമാണ്. നമ്മുടെ പോക്കറ്റിൽ നിന്നും കൈയിട്ട് പൈസ എടുത്തുകൊണ്ട് പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എടുത്തോളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കാരണം ഭർത്താവായ അബൂ സുഫിയാന്റെ സമ്പാദ്യത്തിൽ നിനക്ക് അവകാശമുണ്ട്. നേരെ തിരിച്ചാണെങ്കിലോ, അങ്ങനെ ഒരു ഇസ്ലാമിക കോടതിയിൽ ഒരു കേസ് വന്നാൽ നീ പുരുഷനാണോടാ എന്ന് ആ പുരുഷനോട് ആ കോടതി ചോദിച്ചിരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം സ്ത്രീയുടെ സമ്പാദ്യത്തിൽ ഒരു ചില്ലിക്കാശിനുള്ള അവകാശം പോലും പുരുഷന്മാർക്കില്ല എന്നാണ്. അതേ അവസരത്തിൽ പുരുഷന്മാരുടെ സമ്പാദ്യത്തിലുള്ള തുല്യമായ അവകാശം സ്ത്രീകൾക്കുണ്ട്. ഈ നിയമം വെച്ചിട്ടാണ്
പകുതി സമ്പാദ്യം മതി സ്ത്രീകൾക്ക് എന്ന് ഇസ്ലാം പറഞ്ഞത്. കാരണം സ്ത്രീകൾക്ക് സമ്പാദ്യം കിട്ടിയിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതൊരു ഡെഡ് മണി ആയിട്ടായിരിക്കും സാമ്പത്തിക മേഖലയിൽ ഉണ്ടാവുക. അതിനെ അങ്ങനെ വിളിക്കുക, ഡെഡ് മണി. പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, അത് അങ്ങനെ ചത്തു കിടക്കും. പക്ഷെ അതേ സമയത്ത് ഈ സമ്പാദ്യം കൂടി പുരുഷന്മാരുടെ കയ്യിൽ കൊടുത്താൽ മാത്രമേ സാമ്പത്തിക രംഗം വളരുകയുള്ളൂ. ആ ഒരൊറ്റ കാരണത്തെ മുൻനിർത്തിയിട്ടാണ് സ്ത്രീകൾക്ക് പകുതി സമ്പത്ത് മതി, പുരുഷന്മാർക്ക് കുറച്ച് കൂടുതൽ ഉണ്ടായിക്കോട്ടെ എന്ന് ആ സാമ്പത്തികമായിട്ടുള്ള വ്യവസ്ഥിതിയുടെ ശാസ്ത്രീയമായിട്ടുള്ള തലങ്ങളെ പ്രായോഗികത മുൻനിർത്തിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനൊരു നിയമം വെച്ചിട്ടുള്ളത്. എല്ലാത്തിലും എന്താണ്? സ്ത്രീകളെ സംരക്ഷിക്കേണ്ട, ആദരിക്കേണ്ട, അങ്ങേയറ്റം മാന്യമായ രൂപത്തിൽ പെരുമാറേണ്ട ഒരു പുരുഷന്റെ ചിത്രം മാത്രമേ എത്ര പരിശോധിച്ചാലും ഇസ്ലാമിൽ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അല്ലാതെ സ്ത്രീകളെ അടിച്ചമർത്തുന്ന, മോശമായ രൂപത്തിൽ പെരുമാറുന്ന, പുരുഷന്മാരുടെ ധാർഷ്ട്യമൊക്കെ പ്രകടിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു വ്യക്തിയെ ഒരിക്കലും ഒരു പുരുഷനായിട്ട് നമുക്കൊരിക്കലും ഇസ്ലാമിക മേഖലയിൽ കണ്ടെത്തുക സാധ്യമല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. ആയത്ത് വിശാലമാണ്, സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരുപാട് കടമകളുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനുള്ള ശരിയായ ബോധവും ചിന്തയും നൽകി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ളവരും ചെറുതുമായ മുഴുവൻ പാപങ്ങളെയും അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ളവരുടെ ഖബറുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കുകയും അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും എല്ലാവിധ ബലാ മുസീബത്തുകളിൽ നിന്നും അല്ലാഹു നമ്മളെ, നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് മുസ്ലിമായി പോയതിന്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളെയും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു കരകയറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശേഷിയ ഫലസ്തീൻ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം, സമാശ്വാസം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ലോക മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു നഷ്ടപ്പെട്ടു ഇസ്സത്തിനെ ഖുർആന്റെ ഹദീസിന്റെ വഴിയിലൂടെ തിരിച്ചുപിടിക്കാനുള്ള തൗഫീഖും താഖത്തും കൊടുത്ത് ലോക മുസ്ലിമീങ്ങൾ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.